ഈ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട വിഷയം ആരാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത്? അപ്പോൾ പോറ്റിമാർ മാത്രമല്ല, ഞാനും സുഭദ്രയുടെ ചിറ്റപ്പനും കൂടി അടങ്ങിയ ഒരു ട്രസ്റ്റ് എന്ന നിലയ്ക്ക് ഭരിക്കാനുള്ള ഒരു സംവിധാനമാണോ ദേവസ്വം ബോർഡ്? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംശയം തോന്നാം. കാരണം 2019 ഇതെല്ലാം സംഭവിക്കുന്നത്. 2019 ഈ വാതിൽ വെക്കുന്ന മാർച്ച് മാസത്തിലാണ് ഈ ഉത്തരവും. അതായത് യോഗദണ്ഡം അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് വിശ്വാസികൾക്കറിയാം, അവിടുത്തെ ഏറ്റവും പുണ്യമായി കരുതുന്ന രണ്ട് വസ്തുക്കളാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും. അത് രണ്ടും ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിൽ വെക്കുന്ന സാധനമാണ്. അത് പുറത്തേക്ക് വരണമെങ്കിൽ മേൽശാന്തിയും തന്ത്രിയൊക്കെ അറിയാൻ വേണം. അപ്പോൾ അതിൽ അപാകതകൾ പരിഹരിക്കാൻ എന്നുള്ളൊരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ സ്വർണം ചുറ്റാൻ, യോഗദണ്ഡിൽ സ്വർണം, രുദ്രാക്ഷത്തിലും സ്വർണം ചുറ്റാനുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് ജയശങ്കർ പത്മനാഭ്, അത് എ പത്മകുമാറിൻ്റെ മകനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇത് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. പക്ഷേ ഈ സ്വർണം കെട്ടിച്ചത് എവിടെ വെച്ചാണ് എന്നുള്ള കാര്യം ദേവസ്വത്തിന്റെ രേഖകളിലൊന്നുമില്ല. 18 ചുറ്റ് പുതുതായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ എന്ന് പറയുമ്പോൾ അവിടെയുള്ളതാണെങ്കിലും പുറത്തു കൊണ്ടുപോയതാണെങ്കിലും പൂശയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും എല്ലാം ഉത്തരവാദിത്തം മകനാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റെവിടെങ്കിലും കൊണ്ടുപോയിട്ടാണോ ഈ ചുറ്റുകൾ ചെയ്തത്? അതല്ല, സ്വർണ്ണപ്പണിക്കാർ അവിടെ വന്ന് ചെയ്തിട്ടുണ്ടോ? സ്വർണ്ണപ്പണിക്കാർ അവിടെ വന്നതായിട്ടൊന്നും ഇതുവരെയും ദേവസ്വം ബോർഡ് വിശദീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സന്നിധിയിൽ തന്നെയാണ്, ആ തിരുമുറ്റത്ത് ക്ഷേത്ര സന്നിധിയിൽ അത് ചെയ്യുകയാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന ഹൈറാർക്കിയിൽ എവിടെയും ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരാൾക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ജയശങ്കർ പത്മന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലും ചുമതലയിലും നല്ല സ്വർണം ഉപയോഗിച്ച് യോഗ ദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടി പണി പൂർത്തീകരിച്ച് നൽകുന്നതിന് അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. ബോർഡാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാരാണ്, സ്പോൺസർ ആണെന്ന് പോലും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ആ സ്വർണം എവിടെ നിന്നാണ്, നല്ല സ്വർണം ഉപയോഗിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സ്വർണം എവിടെ നിന്നാണ്, അത് എവിടെ വെച്ചിട്ടാണ് ആ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോഴാണ് സംശയിക്കുന്നത്, പന്തളം എത്രയോ കാലം മുമ്പ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് മകന് കൊടുത്ത യോഗദണ്ഡ് അതാണോ, അതിനി പോയിട്ട് ഒറിജിനൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വന്നോ എന്നൊക്കെയുള്ള സംശയം അത് അയ്യപ്പ ഭക്തർക്ക് വലിയ ഈ പറയുന്ന തിരുവാഭരണ കമ്മീഷണർ ആദ്യം രണ്ടാമത് ഈ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ പക്ഷെ കൃത്യമായി പറയുന്നുണ്ട് സ്പോൺസറാണ്, ഇന്നയിടത്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു അത് ചെയ്യേണ്ട മാനദണ്ഡങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ അതൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ക്രമക്കേടുകളുടെ വലിയ, നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുമലയുടെ അറ്റങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പോലെ ഇപ്പം ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ യോഗദണ്ഡിന്റെ കാര്യം, ശരി, ഇതിപ്പോ ആന പോയി പിന്നെയാണോ ആനയുടെ തോട്ടി എന്ന് ചോദിക്കാം ഒരു പക്ഷേ അങ്ങനെയല്ല. അതിനൊക്കെ വിശ്വാസപരമായ കൃത്യമായ പ്രാധാന്യമുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ക്രമമനുസരിച്ചല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ അതിന്റെ ആത്മവിശ്വാസം ഈ സംവിധാനത്തിന് എങ്ങനെ കിട്ടുന്നു എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയും ചെയ്യുന്നു.